ഒരടിമയെ മോചിപ്പിച്ചാൽ ആ ഒരടിമയെ മോചിപ്പിച്ചതിന് പകരം നമ്മെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതിന് നമുക്കിന്ന സൽക്കർമ്മം ചെയ്യാൻ ഇവിടെ അടിമകളില്ലല്ലോ, അടിമകളെ മോചിപ്പിക്കാൻ നമുക്കിവിടെ അടിമകളില്ലല്ലോ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകരുത്. ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ബദലായി, അഥവാ നമ്മുടെ തടിയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കാരണമാകുമെന്ത്? ഒരടിമയെ മോചിപ്പിക്കൽ. എന്നാൽ ഇന്ന് അടിമമോചനം എന്ന് പറയുന്ന പുണ്യകർമ്മം നമുക്ക് മുമ്പിലില്ല. പക്ഷേ അതിന് സമാനമായ ചില എളുപ്പ വഴികളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തുകൂടെ? സാമ്പിളിന് ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ഒരു ദിവസം 100 തവണയെങ്കിലും പറഞ്ഞാൽ കാനത്ത് ലഹു ഉദ്ല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലിയാണവന്. 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ തുല്യമാണ്. ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ വകുതിബ ലഹു 100 ഹസന, 100 നന്മകൾ അവന് രേഖപ്പെടുത്തുകയായി. അവനിൽ നിന്ന് 100 തിന്മകൾ മായ്ക്കപ്പെടുകയായി. തീർന്നില്ല, അതവൻ രാവിലെ പറയുമ്പോൾ വൈകുന്നേരം വരെ വകാനത്ത് ലഹു ഹിർസം മിനശ് ശൈത്താൻ, നമ്മെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനവും കഠിന പ്രതിജ്ഞയും ചെയ്തിറങ്ങിപ്പോന്ന ചെകുത്താന്റെ ഷർറുകളിൽ നിന്ന് നമുക്കത് വൈകുന്നേരം വരെ കാവലാണേ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മാ പെങ്ങളെ, ഓ സഹോദരാ, നമ്മുടെ ജീവിതത്തിൽ ഒരു 100 വട്ടമെങ്കിലും ഈ ദിക്ർ ചൊല്ലാൻ നമ്മിൽ എത്ര പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്? അവസരം വന്നാൽ തന്നെ നമ്മളൊക്കെ എത്ര പേരത് ചെയ്യാറുണ്ട്? നമുക്കെന്ത് മടിയാ? ഒരു 100 തവണ ഇതൊക്കെ ചൊല്ലാൻ എത്രത്തോളം എളുപ്പമാണ്.